മലനിരകളിൽ സ്ഥിതി ചെയ്തിരുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ എപ്പോഴും ചിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ താമസിച്ചിരുന്നു. ചിരി ഏറ്റവും നല്ല ഔഷധമാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അതിനാൽ തമാശകളും രസകരമായ കഥകളും പങ്കിട്ട് എപ്പോഴും ചിരിക്കുകയും ചെയ്യുന്നത് അവരുടെ പതിവായിരുന്നു. ഒരു വർഷം അവരുടെ ഗ്രാമത്തിൽ കടുത്ത വരൾച്ച വന്നു. വിളകൾ ഉണങ്ങിത്തുടങ്ങി. ഗ്രാമവാസികളിൽ ആശങ്ക ഉടലെടുത്തെങ്കിലും അവർ പരിഭ്രാന്തരാകാതെ ഒത്തുചേർന്ന് ചിരിക്കാൻ തുടങ്ങി. ഗ്രാമവാസികൾ മുഴുവൻ ഒന്നുചേർന്ന് ചിരിച്ചപ്പോൾ അന്തരീക്ഷം മാറി. ആളുകൾക്ക് കൂടുതൽ ആശ്വാസവും പ്രതീക്ഷയും തോന്നി. അതോടെ ശ്രദ്ധേയമായ എന്തോ സംഭവിച്ചു. ഗ്രാമവാസികളുടെ സമ്മർദ്ദനില കുറഞ്ഞു. അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെട്ടു. അവരുടെ സമൂഹവുമായി അവർ ഓരോരുത്തർക്കും കൂടുതൽ ബന്ധമുണ്ടെന്ന് തോന്നി. ജ്ഞാനിയും ദയാശീലനുമായ ഗ്രാമത്തിലെ മൂപ്പൻ ചുറ്റുമുള്ള സസ്യങ്ങളും അവരുടെ ചിരിയോട് പ്രതികരിക്കുന്നതായി ശ്രദ്ധിച്ചു. ഇലകൾ വീണ്ടും വളരാൻ തുടങ്ങി. ഗ്രാമം പുനർജീവിച്ചു. അങ്ങനെ മഴ പെയ്യുന്നതുവരെ വിളകൾ നശിക്കാതെ നിലനിന്നു. ഇതൊരർത്ഥമില്ലാത്ത കഥയാണെന്ന് തോന്നാം. എന്നാൽ ഇതിൽ വളരെയേറെ യാഥാർത്ഥ്യമുണ്ടെന്ന് മനസ്സിലാക്കണം. ചിരി വെറും സന്തോഷം മാത്രമല്ല, പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യുവാൻ സഹായകവുമാണ്. മാനസികമായ ആരോഗ്യത്തിന് സന്തോഷമുള്ള ഒരു മനസ്സ് അനിവാര്യമാണ്. അതിന് ചിരി നമ്മെ സഹായിക്കുന്നതാണ്. ഒരു പുഞ്ചിരി വെറുപ്പിനെ അകറ്റുവാൻ പര്യാപ്തമാണ്. ചിരി ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരാനും സമൂഹ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും സഹായിക്കും. സമ്മർദ്ദവും പ്രതികൂല സാഹചര്യങ്ങളും നേരിടാൻ ചിരി നമ്മെ സഹായിക്കും. ഇക്കാലത്ത് മിക്കവരും ശാരീരിക ആരോഗ്യത്തിനായി എക്സസൈസ് ചെയ്യാറുണ്ടല്ലോ. ചിരി ഒരു നല്ല എക്സസൈസാണ്. എല്ലാ ദിവസവും കുറച്ച് സമയമെങ്കിലും ചിരിക്കുവാൻ ഉപയോഗിക്കാം. അത് മുഖത്തും ശരീരത്തിൻ്റെ മറ്റും ഭാഗങ്ങളിലുമുള്ള നാഡീഞരമ്പുകളെയും പേശികളെയും ശാക്തീകരിക്കുന്നതാണ്. സാധാരണയായി ഒരുമിച്ച് പോകാത്ത രണ്ട് കാര്യങ്ങളുടെ സംയോജനത്തിൽ നിന്നാണ് ചിരി ഉണ്ടാകുന്നത്. പലരുടെയും ചിരി ശ്രേഷ്ഠത സ്ഥാപിക്കുന്നതിനോ മറ്റുള്ളവരെ പരിഹസിക്കുന്നതിനോ ഉള്ള ഒരു മാർഗമായി പരിണമിക്കാറുണ്ട്. എന്നാൽ നിഷ്കളങ്കമായ ചിരിയാണ് നമുക്ക് ആരോഗ്യകരമായും ഭവിക്കുന്നത്. ചിരി സെറിബ്രൽ കോർട്ടെക്സ്, ലിംബിക് സിസ്റ്റം, ബ്രെയിൻ സിസ്റ്റം എന്നിവയുൾപ്പെടെ തലച്ചോറിലെ പല മേഖലകളെയും സജീവമാക്കുന്നതാണ്. അതുപോലെ ഡയഫ്രം, വയറിലെ പേശികൾ, മുഖപേശികൾ എന്നിവയുൾപ്പെടെ വിവിധ പേശി ഗ്രൂപ്പുകളുടെ സങ്കോചം, വികസനം എന്നിവയ്ക്കും സഹായകരമാണ്. ചിരി സാമൂഹിക ബന്ധങ്ങളെ ശക്തിപ്പെടുത്താനും ആശയവിനിമയം മെച്ചപ്പെടുത്താനും സന്തോഷത്തിൻ്റെ വികാരങ്ങൾ സമൂഹത്തിൽ വർദ്ധിപ്പിക്കാനും സഹായിക്കും. സന്തോഷപൂർവ്വമുള്ള നമ്മുടെ ഇടപെടലുകൾ സസ്യലതാദികൾക്കും ഇതര ജീവജാലങ്ങൾക്കും പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യുന്നതാണ്. ചുരുക്കത്തിൽ, ചിരിക്കുവാൻ കഴിയുന്നത് ജീവിതത്തിൻ്റെ സമഗ്ര മേഖലകളെയും സമ്പുഷ്ടമാക്കുന്നു. അതിനാൽ നമുക്ക് ചിരിക്കാം.